കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരം മാർക്ക് കാർണി പ്രധാനമന്ത്രിയായതോടെ ഇന്ത്യ കാനഡ ബന്ധത്തിലെ മഞ്ഞുരുകുന്നു. ഈ മാസം കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാർണി ക്ഷണിച്ചു. സന്തോഷത്തോടെ പങ്കെടുക്കുമെന്ന് മോദി പ്രതികരിച്ചു. ജൂൺ 15 മുതൽ 17 വരെയാണ് G7 ഉച്ചകോടി. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ കോൾ വന്നതിൽ സന്തോഷം. G7 ഉച്ചകോടിയിലേക്കുള്ള ക്ഷണത്തിന് നന്ദി പറയുകയും ചെയ്തു. ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്താൽ കൂട്ടിയിണക്കപ്പെട്ട ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങളെന്ന നിലയിൽ ഇന്ത്യയും കാനഡയും പരസ്പര ആദരവോടെയും സഹകരണത്തോടെയും പുതുക്കിയ വീര്യത്തോടെ ഒരുമിച്ച് മുന്നോട്ടു പോകും. ഉച്ചകോടിയിലെ കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു, പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ കാനഡ മോദിയെ ക്ഷണിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഊഹാപോഹം പരന്നിരുന്നു. ക്ഷണം കിട്ടിയില്ലെങ്കിൽ 2019 ശേഷം മോദി പങ്കെടുക്കാത്ത ആദ്യ G7 ഉച്ചകോടിയാകുമായിരുന്നു. 2023 ഇന്ത്യ കാനഡ ബന്ധം ആടിയുലയാൻ തുടങ്ങിയത്. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് കാനഡിയൻ പാർലമെന്റിൽ അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തെളിവൊന്നും ഇല്ലാതെ അവകാശപ്പെട്ടതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഇത് ശുദ്ധ അസംബന്ധമെന്ന് പറഞ്ഞ് ഇന്ത്യ തള്ളിയപ്പോൾ തെളിവൊന്നും ഹാജരാക്കാൻ കാനഡയ്ക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ കൂടി കുരുക്കിൽപ്പെടുത്താൻ ശ്രമിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഹൈക്കമ്മീഷണറെയും ഏതാനും നയതന്ത്ര പ്രതിനിധികളെയും പിൻവലിക്കുകയും കനേഡിയൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണർക്കും 6 നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുകയും ചെയ്ത് ഇന്ത്യ തിരിച്ചടിച്ചു. ഈ വർഷം ആദ്യം ട്രൂഡോ രാജിവയ്ക്കുകയും ഏപ്രിലിലെ തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണി ജയിക്കുകയും ചെയ്തതോടെയാണ് ബന്ധം മെച്ചപ്പെടുന്ന സൂചന കിട്ടിയത്. ട്രൂഡോയുടെ തന്നെ ലിബറൽ പാർട്ടിക്കാരൻ ആണെങ്കിലും ഇന്ത്യ കാനഡ ബന്ധം വളരെ സുപ്രധാനമെന്നും ഭിന്നതകൾ പരസ്പര ബഹുമാനത്തോടെ പരിഹരിക്കണമെന്നുമുള്ള നിലപാട് സ്വീകരിച്ചു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദിയെ ക്ഷണിക്കരുതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാനഡയിലെ ഖലിസ്ഥാൻ മൗലികവാദികൾക്ക് ഏതായാലും മാർക്ക് കാർണിയുടെ പുതിയ തീരുമാനം വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. എന്തായാലും നന്ദി അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായാലും ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നം വളരെയധികം രൂക്ഷമാകാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ കാർണി ചുമതല ഏറ്റെടുത്തത്. എന്തായാലും ഇന്ത്യയുമായുള്ള നല്ല ബന്ധത്തിനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ G7 ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്.